എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ പൊതുവേ ദലിതരായ ഒരുപാട് മനുഷ്യർ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാവണം വേറെയും. അപ്പോൾ കുടം മാഷ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുകയും നമ്മളൊക്കെ തന്നെ എഴുതുകയും വായിക്കുകയും ചെയ്ത, ഞാൻ അദ്ദേഹത്തെ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യമായ എന്നുവെച്ചാൽ മാന്യമായ ഒരു അംഗീകാരം കിട്ടിയെന്നാണോ കിട്ടിയില്ല എന്നാണോ താങ്കൾ ഒരു മകളുടെ മകളെന്ന നിലയ്ക്ക് വിചാരിക്കുക? എന്താണ്, അംഗീകാരം കിട്ടിയോ താങ്കൾക്ക്? നമ്മളെ അച്ഛൻ പുറം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെ സൊസൈറ്റി നമ്മളെ ഒരിതില് അത്ര പുള്ളി വെല്ലുവിളിയാണ് എപ്പോഴും. പുള്ളി അവരോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നന്നായി അംഗീകാരം കിട്ടിയേനെ. പക്ഷെ എപ്പോഴും അച്ഛന്റെ ഒരു സ്വഭാവം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, അദ്ദേഹം എപ്പോഴും ഒരു റിബലായിട്ടാണ്, എവിടെയും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് തോന്നിയിട്ട് ഒരു കാര്യം തെറ്റാണ് തോന്നിയത് അത് എവിടെ വേണേലും പറയാൻ ഒരു മടിയില്ല, ഒരു ധൈര്യക്കുറവുമില്ല, അത് വിളിച്ചു പറയും. അങ്ങനെ ഒരു നമ്മൾ പറയാറില്ല, നിഷേധിയായിട്ടുള്ള ഒരാളാണ് എല്ലാ സമയത്തും. ശത്രുക്കള് ഭയങ്കരായിരുന്നു. അങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ. അദ്ദേഹത്തിന്റെ സൗമ്യത എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതെനിക്കൊന്നും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളായിരിക്കും. അത് പ്രകൃതിയോട് മല്ലടിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വാത്സല്യത്തോടെ ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം കണ്ടൽ ചെടികളോട് കാണിക്കുന്ന വാത്സല്യം അത് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ, എൻ്റെ നാട് കുട്ടനാട് ഇവിടെ ആണല്ലോ, ചങ്ങനാശ്ശേരിയാണ്. അപ്പം ഞാൻ ഒരിക്കൽ കുട്ടനാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പം അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു, കുട്ടനാട് അദ്ദേഹം അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരിക്കൽ കുട്ടനാട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ വലിയ വിശാലമായ പാടശേഖരങ്ങളൊക്കെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം ഞാൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട്, അങ്ങനെ ഒരു അത്രയും സന്തോഷിച്ച് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ നെല്ലറ ഭയങ്കര വിശാലമായ അവിടെ എവിടെയെല്ലാം കണ്ടൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഈ ഒതളങ്ങ ഒരു കണ്ടലല്ലേ? അത് കുട്ടനാട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ഒതളങ്ങ കഴിച്ച് മരിച്ചു പോകും. കള്ളിച്ചെല്ലം മരിക്കുന്ന ഒതളങ്ങ കഴിച്ചിട്ടാ. പഴയ ആത്മഹത്യ നമ്മുടെ പച്ചമാങ്ങ വലിക്കുന്നത്. നമ്മുടെ പ്രശസ്ത സിനിമയുണ്ടല്ലോ കമ്മട്ടിപ്പാടം. അപ്പൊ കമ്മട്ടി എന്ന് പറഞ്ഞത് ഒരു കണ്ടലാണ്. ഓ അത് ശരി. അതായത് കണ്ണാമ്പൊട്ടി എന്നാണ് മലബാറിൽ പറയാ. കമ്മട്ടി എന്ന് നമ്മുടെ ഈ എറണാകുളംകാര് കമ്മട്ടി എന്നാണ് പറയാ. അതൊരു കണ്ടലാണ്. ആ കണ്ടലിന്റെ വിത്ത്, അതിന്റെ കായെന്ന് പറഞ്ഞാൽ ഭയങ്കര കറയുള്ളൊരു കായാണ്. അത് കണ്ണിൽ വീണാൽ കുറേ സമയത്തേക്ക് നമുക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. 2 ദിവസം വരെ നമുക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല എന്നാണ് പറയുക. കണ്ണിൽ വീണാൽ അതുകൊണ്ടാണ് കൺപൊട്ടി അല്ലേ കണ്ണാമ്പൊട്ടി എന്ന് പറയുന്നത്. കണ്ണ് പൊട്ടി പോകുന്നത്. അത് ഇപ്പൊ അതിനകത്ത് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി അതെന്തോ ഔഷധ ഗുണമുള്ള ഇതാണെന്നാണ് അറിയുന്നത്. എന്തൊക്കെയോ ഇതിന് മരുന്നൊക്കെ. അതായത് ഈ മീനുകളുടെ ആവാസ വ്യവസ്ഥയും പ്രജനന കേന്ദ്രവും ഒക്കെ തീർച്ചയായും വെള്ളം ശുദ്ധീകരിക്കുന്നു കണ്ടൽ, അങ്ങനെയൊക്കെ ചില സെറ്റിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അത് യഥാർത്ഥത്തിൽ ഈ കണ്ടലുകൾ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കാർബൺ പ്രിസർവ് ചെയ്ത് വെക്കാൻ കഴിവുള്ള ഒരു ആവാസ വ്യവസ്ഥിതി കണ്ടൽ കാടുകളാണ്. കണ്ടൽ ചെടിയല്ല, കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞൊരു വലിയ ആവാസ വ്യവസ്ഥിതിയാണ്. ഈ ആവാസ വ്യവസ്ഥിതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നിൽക്കുന്ന സ്ഥലം ഒരു ചതുപ്പ് നിലമാണ്. ഒരു സെമി കരയും കുറച്ച് വെള്ളവും കൂടെ ചേർന്ന ഒരു തരത്തിലുള്ള സ്ഥലമാണ്. ഇവിടെ ഇതൊരു ജൈവ മെത്തയാണ്. ഒരു സ്പോഞ്ച് പോലെ ഗാലിയൻ കണക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഫ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ അരൂര് ഭാഗത്ത് നമ്മുടെ ഈ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ കണ്ടൽ ചെടികളുള്ള ആ സ്ഥലത്ത് വെള്ളം പൊങ്ങിയില്ല. വലിയ വെള്ളപ്പൊക്കം മറ്റിടത്തൊക്കെ ഉണ്ടായപ്പോഴും ഈ ഭാഗത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ കണ്ടൽ ചെടികൾക്ക് ഫ്ലഡിനെ വരെ പിടിച്ചു നിർത്താനുള്ള ശേഷിയുണ്ട്. അതായത് ഈ ജൈവ മെത്തയിൽ ഗാലിയൻ കണക്കിന് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും വേനൽക്കാലത്ത് ഇത് പതിയെ കരയിലേക്ക് വെള്ളം റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കാർബൺ പ്രിസർവ് ചെയ്ത് വെക്കുക. അത് നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ ഹരിത ഗ്രഹപ്രവാഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? കാർബൺ എമിഷനാണ്.
മനുഷ്യർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മറ്റേ കാറായിട്ടും വണ്ടിയായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്ന കാർബൺ എമിഷനാണ്. ഈ കാർബണാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. എന്നാൽ കണ്ടൽ ചെടികളാണ് ലോകത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബൺ പ്രിസർവേറ്റീവ് ചെയ്തു വെക്കുന്ന ശേഷിയുള്ളവർ. അതായത് 50 ഹെക്ടർ വനം കാട് ചെയ്യുന്ന ആ പ്രോസസ്സ് വെറും 5 ഹെക്ടർ കണ്ടൽ വനം ചെയ്യും. അത്രയ്ക്ക് കപ്പാസിറ്റി ഉണ്ട്. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനും ഈ കാർബണെ വലിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവാണ്. ഇപ്പോൾ അതുകൊണ്ട് പുതിയ ഗവേഷണങ്ങൾ കണ്ടൽ ചെടികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇതിനെ തന്നെ ബ്ലൂ എക്കോസിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടൽ ഉൾപ്പെടുന്ന ആ ഒരു ഇതിനെ ബ്ലൂ കാർബൺ എക്കോസിസ്റ്റം അങ്ങനെയാണത് പറയുന്നത്. കാർബൺ ഏറ്റവും കൂടുതൽ മില്യൺ കണക്കിന് വർഷങ്ങൾ കാർബൺ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് കണ്ടൽ ആവാസ വ്യവസ്ഥിതിക്കുണ്ട്. ചെടിയല്ല ഞാൻ പറയുന്നത്, മൊത്തം വ്യവസ്ഥിതിക്ക്. അതാണ് ലോകത്തെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഇന്ന് ഗവേഷകർ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഇത്രയും വലിയ ശേഷിയുള്ള ഒരു ആവാസ വ്യവസ്ഥിതി വേറെ ഇല്ല. നമ്മളെ വലിയ വനത്തെക്കാളും കൂടുതൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഒരുപാട് സൂക്ഷ്മജീവികളുടെ പ്രജനന കേന്ദ്രമാണ്. ഇതൊരു നേഴ്സറിയാണ്. ഒരുപാട് ജീവജാലങ്ങൾ ഇതിൽ വന്ന്, പ്രത്യേകിച്ച് മത്സ്യങ്ങളും ഞണ്ടുകൾ, അതുപോലെ തന്നെ മറ്റേ എന്താണ് കൊഞ്ച്, ചെമ്മീൻ, ആ വിഭാഗത്തിൽപ്പെടുന്ന അനേകം കൊഞ്ചുകളുണ്ട്. അവയൊക്കെ ഇതിൻ്റെ വേരുകൾക്കിടയിലാണ് വന്ന് മുട്ടയിടുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിന് സ്വന്തം ജീവിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതി വരെ ഈ വേരുകളുടെ ഇടയിൽ അത് ഒരു നഴ്സറിയാണ്. അതിനുശേഷമാണ് അത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ആവാസ വ്യവസ്ഥ അനേകായിരം പക്ഷികൾ, ജലജീവികളുടെ അല്ലേ, പക്ഷികളും ജലജീവികളും ചേരുന്ന ഒരു വല്ലാത്ത. അപ്പൊ പക്ഷികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ്. കാരണം വിദേശികളായ പക്ഷികൾ, അന്റാർട്ടിക് റീജിയനിലുള്ള പക്ഷികൾ വരെ ദേശാടനം ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുന്ന കൂട് വെച്ച് കുഞ്ഞുങ്ങളായിട്ട് തിരിച്ചു പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അനേകായിരം പക്ഷികളുടെ ഒരു കേന്ദ്രമാണ്. ഒരുപാട് ചെറിയ ഉരക ജീവികൾ ഒരുപാട് നമുക്കറിയാതെ നമ്മൾ പ്രകൃതിയെ സഹായിക്കുന്ന. നമ്മള് ബഷീറിന്റെ കഥ വായിച്ചത് വാസവണ്ണ ഓർക്കുന്നുണ്ട്, ഭൂമിയുടെ അവകാശികൾ, മൂർഖം പാമ്പ് എന്ന് പറഞ്ഞ. അപ്പൊ അതിനകത്ത് അദ്ദേഹം ചെറിയൊരു പ്ലോട്ട് എങ്ങനെയാണ് ഒരുപാട് ജീവികൾ ജീവിക്കുന്നത്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എത്രയോ മടങ്ങാണ് ഒരു ചെറിയ കണ്ടൽ വനത്തിൽ ഉള്ളത് എന്ന് യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. അപ്പം അതൊക്കെ തിരിച്ചറിഞ്ഞ അതൊക്കെ ഈവൻ ഞാൻ പോലും ഇതൊക്കെ മനസ്സിലാക്കുന്നത് അച്ഛനെ പരിചയപ്പെടുകയും ഇതിലേക്ക് വന്നിട്ടുമാണ്. ഞാനും കണ്ടലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് കുക്കടമാഷിന്റെ കൃതികൾ അദ്ദേഹം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആത്മകഥ വായിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ പിന്നെ പരിസ്ഥിതിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി എന്നുള്ള കേരളത്തില്. പരിസ്ഥിതി ഈ വനസംരക്ഷണം, മൃഗസംരക്ഷണം മാത്രമാണെന്നൊരു തെറ്റിദ്ധാരണ കേരളത്തിലുണ്ടായിരുന്നു. അതിന് ഈ കുറ്റിക്കാടുകളും കണ്ടൽക്കാടുകളും തോടും പുഴയും കൃഷിയിടങ്ങളൊക്കെ ചേരുന്നതാണ് പരിസ്ഥിതി എന്ന് പറയുന്നൊരു. അതിനൊന്ന് വിപുലീകരിച്ചു എന്നുള്ളതാണ്, ബഹുജനവൽക്കരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.